ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ ബിരിയാണി തയ്യാറാക്കാം. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ഇതേ രീതിയിൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ചെമ്മീൻ ബിരിയാണി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ചെമ്മീൻ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു സിമ്പിളായിട്ടുള്ള മാരിനേഷനാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഈ ബിരിയാണിക്ക് നമ്മൾ അധികം എരിവ് കൊടുക്കുന്നില്ല കേട്ടോ. നമ്മൾ മസാലകളൊക്കെ വളരെ കുറച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് മസാല പുരട്ടിയതിന് ശേഷം കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. ഇനി ബിരിയാണിക്ക് ആവശ്യമുള്ള കാഷ്യൂ നട്ട്സും കിസ്മിസും റോസ്റ്റ് ചെയ്തെടുക്കാം. അതിന് ഒരു കടായി അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാകുന്ന സമയത്ത് ആദ്യം കാഷ്യൂ നട്ട്സ് ഇട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതൊരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആകുന്ന വരെ റോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കിസ്മിസ് ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കാഷ്യൂ നട്ട്സും കിസ്മിസൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടിയും കുറച്ചുമൊക്കെ എടുക്കാവുന്നതാണ്. അങ്ങനെ കാഷ്യൂ നട്ട്സും കിസ്മിസൊക്കെ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇനി ഇതേ എണ്ണയിൽ നമുക്ക് സവാള റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ 2 മീഡിയം സൈസ് സവാള സ്ലൈസായിട്ട് അരിഞ്ഞാണ് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഒറ്റ തവണയായിട്ട് തന്നെ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. സവാളയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി തുടങ്ങിയിട്ടുണ്ട്. സവാള ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുത്താൽ മതിയാവും. ഈ ഒരു പരുവത്തിൽ നമുക്ക് കോരി മാറ്റാം. കാരണം ഇരിക്കും തോറും ഇതിൻ്റെ കളർ വീണ്ടും ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. സവാള മുഴുവനായിട്ട് കോരി മാറ്റിയതിന് ശേഷം ഒരു പാത്രത്തിൽ നന്നായിട്ട് നിരത്തിയിട്ട് കൊടുക്കണം. അപ്പോഴൊട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ സെപ്പറേറ്റ് ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമ്മുടെ സവാള കിട്ടും. ഇനി ഇതേ എണ്ണയിൽ നേരത്തെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് വളരെ കുറച്ച് സമയം ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാട് സമയമായിട്ട് ഫ്രൈ ചെയ്യുന്നില്ല കേട്ടോ, കാരണം അതങ്ങ് ഹാർഡായി പോകും. ഇവിടെ നമ്മൾ ഉള്ളിയൊക്കെ റോസ്റ്റ് ചെയ്ത അതേ എണ്ണയിൽ തന്നെയാണ് ചെമ്മീൻ റോസ്റ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ ചെമ്മീനുള്ള മസാലയൊക്കെ തയ്യാറാക്കി എടുക്കുന്നത്. ആവശ്യമെങ്കിൽ മാത്രം നമ്മൾ സെപ്പറേറ്റ് എണ്ണ ചേർത്ത് കൊടുത്താൽ മതിയാകും. തിരിച്ചും മറിച്ചും ഇട്ട് വളരെ കുറച്ച് സമയം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇവിടെ ചെമ്മീനൊക്കെ റോസ്റ്റായി വന്നിട്ടുണ്ട്. നമ്മളിവിടെ ഒരു ഷാലോ ഫ്രൈ ചെയ്താണ് എടുക്കുന്നത്. ഇനി നമുക്കിത് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതേ എണ്ണയിലേക്ക് ചെമ്മീൻ ആവശ്യമുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് 2 മീഡിയം സൈസ് സവാള സ്ലൈസായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. മസാല ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ചെമ്മീൻ റോസ്റ്റ് ചെയ്ത എണ്ണയിൽ വഴറ്റിയെടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ മസാലയ്ക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇനി സവാള പെട്ടെന്ന് സോഫ്റ്റായി കിട്ടാനായിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഈ സവാള ഫാസ്റ്റായിട്ട് കുക്കായി കിട്ടാൻ നമുക്ക് മൂടി വെച്ചിട്ട് വളരെ കുറച്ച് സമയം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇങ്ങനെ മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ്സ് കുക്ക് ചെയ്താൽ സവാള നല്ല ഫാസ്റ്റായിട്ട് കുക്കായി കിട്ടും. സവാള ഇവിടെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ മതിയാവും. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയും കറിവേപ്പിലയും ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 5 പച്ചമുളകും 15 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2 തണ്ട് കറിവേപ്പിലയും കൂടെ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തതാണ്. ഇനി ഇതിൻ്റെ പച്ച ടേസ്റ്റ് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ പച്ചമുളക് എടുക്കുന്നത് നമ്മുടെ എരിവിനനുസരിച്ച് എടുക്കാവുന്നതാണ്. കാരണം ഇതിലേക്ക് നമ്മൾ പ്രത്യേകിച്ച് അധികമായിട്ട് മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ച ടേസ്റ്റ് മാറുന്നത് വരെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. 3 വലിപ്പമുള്ള തക്കാളി ഇതുപോലെ സ്ലൈസായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ തക്കാളി നല്ല സോഫ്റ്റ് ആകുന്നവരെ വഴറ്റിയെടുക്കണം. ഇത് ഫാസ്റ്റായിട്ട് കുക്കാകാനായിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് 2 മിനിറ്റ്സ് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആകുന്നവരെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രത്തോളം മസാലകളൊക്കെ മതിയാകും കേട്ടോ. മസാല ഓവറായിട്ട് പോകാനും പാടില്ല. അതിനുശേഷം പൊടികളുടെ പച്ച ടേസ്റ്റ് മാറുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇവിടെ എണ്ണ തെളിഞ്ഞ് വരുന്നതുവരെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മുടെ മസാല അല്പം തിക്കായിട്ടുള്ള പരുവത്തിലാണ്. ഇതൊന്ന് ലൂസ് ചെയ്യാനായിട്ട് ഞാൻ 1 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ചേർത്ത് കൊടുക്കുന്നത് ചൂടാക്കിയ വെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ ചൂടുവെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. അങ്ങനെ ചെമ്മീനും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം.
മസാലയൊക്കെ ചെമ്മീനിൽ പിടിക്കത്തക്ക വിധത്തിൽ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഒനിയൻ ഒരു പിടി ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോഴുണ്ടല്ലോ നമ്മുടെ മസാലയ്ക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അത് ഒരു പിടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമ്മുടെ ഈ മസാല നല്ല തിക്കായി വരുന്നവരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി മൂടി വെച്ചിട്ട് വളരെ കുറച്ച് സമയം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. മസാലയൊക്കെ കുറുകിയിട്ട് നമ്മുടെ ചെമ്മീൻ നല്ല പരുവത്തിന് കുക്കായിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന പരുവത്തിലായിട്ടുണ്ട്. ഇനി നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് ഞാൻ ഒരു സ്പൂണ് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നെയ്യ് കൂടി ചേർത്തിട്ട് തുറന്ന് വെച്ചിട്ട് വളരെ കുറച്ച് സമയം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അധിക സമയമൊന്നും വേണ്ട, വളരെ കുറച്ച് സമയം ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. ഈ നെയ്യ് ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ മസാലയ്ക്ക് നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ, നല്ലൊരു ടേസ്റ്റാണ്. അങ്ങനെ കുറച്ച് സമയം ഒന്ന് വഴറ്റിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് വാങ്ങി വെക്കാം. ഇനി ബിരിയാണി റൈസ് കുക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം. ബിരിയാണി കുക്ക് ചെയ്യുന്ന പാത്രത്തിൽ 3/4 ഭാഗത്തോളം വെള്ളം ഒഴിച്ച് അത് ചൂടായി വരുന്ന സമയത്ത് 4 ചെറിയ കഷ്ണം ഗ്രാമ്പൂ, 6 ഏലക്ക, 2 ബേ ലീവ്സ്, 8 ഗ്രാമ്പൂ, ഇതിലേക്ക് 15 കുരുമുളക് മണി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ചെറുനാരങ്ങയുടെ പകുതി ജ്യൂസ് ചേർത്ത് കൊടുക്കാം. ഈ നാരങ്ങ നീര് ഒരുപാട് അങ്ങ് വേണ്ട, വളരെ കുറച്ച് മാത്രം മതിയാകും. ഇനി പാകത്തുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളത്തിൽ ഉപ്പ് അല്പം മുന്നിട്ട് നിൽക്കണമെങ്കിൽ മാത്രമേ റൈസ് കുക്കായി വരുന്ന സമയത്ത് ആവശ്യത്തിന് ഉപ്പ് കാണുകയുള്ളൂ. ഇതിലേക്ക് 1 സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഫ്ലെയിം അല്പം കൂട്ടിയിട്ട് ഇതിന് നല്ലൊരു തിള വരാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യണം. നല്ല തിള വന്നതിന് ശേഷം വേണം റൈസ് ചേർത്ത് കൊടുക്കാനായിട്ട്. വെള്ളത്തിന് നല്ല തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി കുതിർത്ത് വെച്ചിരിക്കുന്ന റൈസ് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 4 കപ്പ് ബസുമതി റൈസാണ് കേട്ടോ. അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം 10 മിനിറ്റ്സ് നമ്മൾ കുതിരാനായിട്ട് മാറ്റി വെച്ചിരുന്നു. റൈസ് മുഴുവനായിട്ട് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇവിടെ ഞാനൊരു 7 പേർക്ക് കഴിക്കാൻ പാകത്തുള്ള റൈസാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. റൈസ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മൂടി വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. കുറഞ്ഞൊരു 8-10 മിനിറ്റ് എങ്കിലും മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. റൈസ് 80% കുക്കായിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ മതിയാകും. നമുക്ക് വെള്ളം വാർന്നു പോകാനായിട്ട് ഇതുപോലൊരു സ്ട്രെയിനറിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നെക്സ്റ്റ് പ്രോസസ്സ് നമുക്ക് ദം ചെയ്തെടുക്കലാണ്. ദം ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ആദ്യം മസാല ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മൾ ചെമ്മീൻ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇവിടെ ഞാൻ ഒറ്റ തവണയായിട്ടാണ് കേട്ടോ മസാല ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ 2 ലെയറായിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഫസ്റ്റ് ലെയറിൽ നമ്മൾ മസാല ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. റൈസ് ഞാൻ 2 ലെയറായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഫസ്റ്റ് ലെയർ ആവശ്യത്തിന് റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് നിരത്തി ഇട്ട് കൊടുക്കാം. ഒരുപാട് അങ്ങ് പ്രസ് ചെയ്യാനായിട്ട് പാടില്ല കേട്ടോ, കാരണം ആവി മുകളിലേക്ക് വരേണ്ടതാണ്. ഇനി ബിരിയാണിക്ക് അല്പം കളർ കിട്ടാനായിട്ട് 2 ടേബിൾ സ്പൂൺ പാലിൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് മിക്സ് ചെയ്തെടുത്താണ്. അത് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം. ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സും കിസ്മിസും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ സ്പെഷ്യലായിട്ട് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ്. ഞാനിവിടെ 6 ടേബിൾ സ്പൂൺ പാലെടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ലെയറിൽ ഞാൻ 3 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ പാല് ചേർക്കുമ്പോൾ നമ്മുടെ റൈസ് നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. ഇങ്ങനെ ചെയ്തിട്ടില്ലാത്തവർ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം. ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ. ഇനി സെക്കൻഡ് ലെയർ നമുക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് നിരത്തിയിട്ട് കൊടുക്കാം. ഒരുപാട് അങ്ങ് പ്രസ് ചെയ്ത് അമർത്തി വെക്കാനായിട്ട് പാടില്ല കേട്ടോ. ഇനി നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മുടെ മഞ്ഞളും പാലിൻ്റെയും മിക്സ് ചേർത്ത് കൊടുക്കാം. അത് ഒരുപാടൊന്നും വേണ്ട കേട്ടോ, വളരെ കുറച്ച് മാത്രം മതിയാകും. ഇനി ആവശ്യത്തിന് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഉള്ളി ഫ്രൈ ചെയ്യാൻ ഉപയോഗിച്ച എണ്ണ ഇരിപ്പുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കാം. ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇനി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സും കിസ്മിസും ചേർത്ത് കൊടുക്കാം. നേരത്തെ ഒഴിച്ചതിൻ്റെ ബാക്കി പാൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്.
2 ലെയറിലായിട്ട് ഞാൻ 6 ടേബിൾ സ്പൂൺ പാലാണ് ഒഴിച്ചു കൊടുത്തത്. ഇനി മൂടി വെച്ചിട്ട് നമുക്ക് ദം ചെയ്തെടുക്കാം. ഇങ്ങനെ നമ്മൾ റൈസ് ദം ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് കിട്ടുന്നുണ്ട്. നമ്മുടെ റൈസ് എന്ന് പറയുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റൈസാണ് കേട്ടോ. ആ പാലൊക്കെ ഒഴിച്ചതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് റൈസ് ഇരിക്കുന്നത്. ഇവിടെ ഞാൻ ഒരുപാട് അങ്ങോട്ട് മിക്സ് ചെയ്യുന്നില്ല കേട്ടോ. ഞാൻ റൈസും മസാലയും സെപ്പറേറ്റ് ചെയ്താണ് എടുക്കുന്നത്. ഇനി രണ്ടും കൂടെ മിക്സ് ചെയ്താണ് വേണ്ടതെങ്കിൽ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ ബിരിയാണി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ അയക്കുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ അതാത് സമയത്തിന് നിങ്ങളിൽ എത്തിച്ചേരുന്നതാണ്. നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.